بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحبه والذين اتبعوهم بإحسان وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി മത്തിന് قال الله تعالى وأنزلنا من السماء ماء طهورا എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ യുസ്തറത്തു ലിറഫിൽ ഹദസി വന്നജസി മാഉം മുത്ലഖുൻ എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ പിന്നെ വഹുവ മായ ഖഅലൈഹി ഇസ്മു മാഇൻ ബിലാ ഖൈദിൻ. അപ്പോൾ ഈ മാ കൊണ്ട് തുടങ്ങാനുള്ള കാരണം ഇനി പറയുന്നത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്ത് തഹാറത്ത് കൊണ്ട് തുടങ്ങാനും പിന്നെ അത് കഴിഞ്ഞിട്ട് അജീബായ തർത്തീബ് അല്ലേ, നിസ്കാരം നോമ്പ്. അജീബ് എന്ന് പറഞ്ഞത് അവിടെ വിശദീകരിച്ച പ്രാധാന്യങ്ങളാണല്ലോ. പിന്നെ അപ്പം അതുകൊണ്ട് ഇനി എന്താണ് വെള്ളത്തിന്റെ വിഷയം തുടങ്ങാനുള്ള കാരണം ഇനി പറയുന്നത്. അപ്പോൾ ഇനി പറയുന്നതിന് ശേഷം ആ മത്തിലേക്കുള്ളൊരു തൗത്തിയത്തും കൂടിയാ. വബദഉ മിൻ മുഖദ്ദിമാത്തി തഹാറത്തി ബിൽ മായി. തഹാറത്തിന്റെ മുഖദ്ദിമകള് വെള്ളമുണ്ട്, മണ്ണുണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ അതിന് ഇത് തുടങ്ങിയാൽ അന്നഹുൽ അസ്ലു ഫി ആലത്തിഹ, ആ തഹാറത്തിന്റെ ആലത്തിൽ അസ്ലതാ. പിന്നെ ഇസ്തിൻജാന്റെ അഹിജാറ്, തുറാബ്, ഇതൊക്കെ എന്താണ് അതിന്റെ പകരല്ലേ. എന്നിട്ട് വഫ്തതഹ ഹാദൽ കിതാബ ബി ആയത്തിൻ അല്ലോ. കിതാബു തഹാറത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്നത് ഖാലല്ലാഹു തആല വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറാന. ഈ ആയത്ത് കൊണ്ട് തുടങ്ങാൻ കാരണം എന്താ? സാധാരണ ആയത്ത് പറയല് വല്ല മസലക്ക് തെളിവൊക്കെ ആയിട്ടല്ലേ. അപ്പൊ ഇവിടെ എന്തോ തെളിവാണോ? തെളിവൊന്നും അല്ല എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തുടങ്ങാൻ കാരണം ലിതഊദ ബറക്കത്തുഹ അലാ ജമീഉൽ കിതാബി, കിതാബിന് മുഴുവൻ അതിന്റെ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. അപ്പൊ മുമ്പ് ബിസ്മി ഹംദു ഒക്കെ ചൊല്ലിയപ്പോ പറഞ്ഞല്ലോ അതിന്റെയൊക്കെ ബറക്കത്ത് കിതാബ് മുഴുവൻ ഉണ്ടാകണം. അപ്പൊ എന്ന പോലെ തന്നെ ഇതും ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചാണ്. അങ്ങനെ മജ്ലിസുകൾ ആയത്ത് കൊണ്ട് തുടങ്ങണം എന്ന ഹദീസിലുണ്ടല്ലോ. ഒരായത്ത് ഓതിക്കൊണ്ട് മജ്ലിസുകൾ തുടങ്ങുന്ന സ്വഭാവം. അപ്പൊ എന്ന പോലെ തന്നെ മുസന്നിഫ് എന്താക്കി, ഒരു ആയത്ത് ഓതിക്കൊണ്ട് എഴുതിക്കൊണ്ട് കിതാബ് തുടങ്ങിയത് അതിന്റെ ബറക്കത്ത് എല്ലാത്തിനും മടങ്ങാൻ. ലാലി കൗനിഹ ദലീലഹു, അത് വെള്ളത്തിന്റെ തെളിവായതുകൊണ്ടല്ല. ഈ ആയത്തെ വെള്ളത്തിന് തെളിവ് എന്ന് പറഞ്ഞാല് വെള്ളം തഹൂറാണെന്നോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഈ പിന്നെ തഹാറത്തിന്റെ അസലാണെന്നോ അല്ലെങ്കിൽ അത് തഹാറത്തിന് ഷർത്താണെന്നോ ഒക്കെ ഉള്ള മസലകളുണ്ടല്ലോ. അതിനേതെങ്കിലും ഒരു തെളിവായിട്ടാണോ? അല്ല. പിന്നെ അങ്ങനെ ലാലിക്കൗനിഹ ദലീലഹു എന്ന് പറഞ്ഞ മായിലേക്ക് അല്ലെങ്കിൽ കിതാബിലേക്കും മടക്കാന്ന് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ കിതാബിന്റെ തെളിവായതോ കിതാബു തഹാറത്തിനൊരു തെളിവ് എന്നുള്ള നിലക്കൊന്നും അല്ല. പിന്നെ മാവ് എന്നുള്ളത് അലാഹിർ ലി അന്നമിൻ ഷൈനി അത്തഅഖുറ അനിൽ മദ്ലൂലി. ദലീലാവുമ്പോ മദ്ലൂലിന്റെ ശേഷം വരണ്ടേ? മസല പറഞ്ഞിട്ടല്ലേ തെളിവ് പറയാ. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കിതാബു തഹാറത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളം ഇറക്കി എന്നാ പറയുന്നത്. വെള്ളത്തിന്റെ മസല ശേഷം പറയുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വെള്ളത്തിന്റെ തെളിവായതുകൊണ്ടല്ല. അലാ അന്നഹു ഇദാ കാന ഖായിദത്തൻ കുല്ലിയത്തൻ യന്തബിഖു അലൈഹാ അക്സറുൽ മസായിൽ കമാ ഹുനാ ഖുദ്ദിമ. എന്നാൽ
പിന്നെ മുന്തിക്കൂല തീരെ എന്നാണ് തോന്നുക അല്ലെ. നേരത്തെ പറഞ്ഞിരുന്നു ലിയന്നമിൻ ഷെയ്നിഹി അത്താഖുറ അനിൽ മദ്ലൂലി എന്ന് പറഞ്ഞപ്പോ എന്താണ്, ആ തീരെ മുന്തിക്കാറില്ല തെളിവ്. എന്നാൽ ചിലപ്പോ മുന്തിക്കും, അതാ പറഞ്ഞ അലാ അന്നഹു. അതിന് പുറമെ ഇതാക്കാൻ ആ ദലീലായാല് ഖായിദത്തൻ കുല്ലിയത്തൻ എന്തബിക്വാലയ അക്സറുൽ മസായിൽ. ഖായിദ കുല്ലിയാവുമ്പോ അധിക മസലയും അതിന്റെ മേല് ഖായിദന്റെ മേല് മുന്തബിക്കായിട്ടാണല്ലോ വരിക. അപ്പൊ അങ്ങനെ ഗമാഹുന ഇവിടെ അങ്ങനെയാണ്. പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് എന്താവും, ഉദ്ദിമ ആയത്ത് മുന്തിക്കും. അപ്പൊ ലാലി കൗനിഹി ദലീലഹു എന്ന് പറഞ്ഞതിനൊരു അലാവത്താണ്. അല അന്നഹു ഇതാക്കാന ഖായിദത്തൻ കുല്ലിയത്തൻ യന്തബിഖു ഉദ്ദിമ, അങ്ങനെന്ന് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു ഖായിദ കുല്ലിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നിച്ചതാണ്. എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാനുണ്ട് എന്നത്. ലിയന്നമിൻ ഷൈനിഹി അത്താഖുറ എന്ന് പറഞ്ഞതിന് അലാവത്ത് പറഞ്ഞ പിന്നെ ഇങ്ങനെ മുന്തിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അക്സറുൽ മസായിലും എന്താണ് അതിന്റെ മേൽ മുന്തബിക്കാകും എന്ന് പറഞ്ഞത്. എന്താ ഇപ്പൊ ഖായിദ കുല്ലിയ, മാവും ദഹൂർ ഷർത്താണെന്നുള്ള തന്നെ. അപ്പൊ അതിന്റെ മേൽ തുടർന്നിട്ടാണല്ലോ എന്താണ് തഹാറത്തിന്റെ അധികം മസലയും വരുന്നത്. അത് റഫുൽ ഹദസ് ആണെങ്കിലും റഫുൽ നജസ് ആണെങ്കിലും ഒക്കെ വരുന്നത് ആ മാവും ദഹൂറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാ. അപ്പൊ അതാണ് ഇവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഉദ്ദിമ. എന്നാൽ വലം യുറാഇ ദാലിക, മുസന്നിഫ് അത് പരിഗണിച്ചില്ല. ഫി ഗൈരിഹി, പിന്നെ ഈ തെളിവ് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് എവിടെ, ഫി ഗൈരിഹി, ഈ കിതാബു തഹാറത്തിൽ അല്ലാത്തടത്തൊന്നും അങ്ങനെ ആയത്ത് കൊണ്ടുവന്നില്ല. ഇവിടെ കിതാബു തഹാറത്തിൽ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. വൈൻ റാആഹു അസ്ലുഹു, ഈ കിതാബിന്റെ അസ്ല് മുഹറർ അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എന്തുണ്ട്, ഇങ്ങനെ ഒരു അസ്ലായ ആയത്ത് അതിന്റെ തെളിവ് പറഞ്ഞിട്ടാണ് മുഹററിലുള്ളത്. അപ്പൊ ഇവിടെ മാത്രം മുസന്നിഫ് എന്ത് ചെയ്ത് അത് ചെയ്ത് മറ്റുള്ളടത്ത് ചെയ്തില്ല. അതെന്തിനാ, ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്താണ് പിന്നെ ചെയ്തു എന്നാ ചെയ്തില്ലാന്നോ, ചെയ്തില്ല എന്നുള്ളതിന് എന്ത് മിസാലായി പറഞ്ഞ വലം യുറാഇ ദാലിക കശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, എന്തിനാ ഇഖ്തിസാറൻ. അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ തെളിവ് കൊണ്ട് തുടങ്ങിയിട്ടില്ല. ഉമ്മു കിതാബൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോ അതിലൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ എന്ന പോലെയാണ് മിന്നാജിലുള്ളത്. ഇഖ്തിസാറിനെ ചുരുക്കാൻ വേണ്ടിയാ, നമ്മൾ ഇഫ്ൽ എളുപ്പമാകാൻ വേണ്ടിയിട്ട് പകുതിയാക്കി ചുരുക്കുന്നല്ലേ. അപ്പൊ മുഹററിലുള്ള എല്ലാം പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇനി ഖാലല്ലാഹു തആല വഅൻസൽനാ മിനസ്സമായി മാഅൻ ദഹൂറാന, വഅൻസൽനാ മിനസ്സമായി മാഅൻ ദഹൂറാന്ന് പറഞ്ഞപ്പോ എന്താണ്, പണ്ട് നമ്മൾ വെള്ളം ഇറക്കിയിരുന്നു എന്നാ അതിന്റെ അർത്ഥം. അൻസൽന എന്ന് പറഞ്ഞാൽ ഫീല് മാദിയല്ലേ. അപ്പൊ ഒരിക്കൽ വെള്ളം ഇറക്കി എന്നാവോ, ഇല്ല. അതാ പറഞ്ഞതായി ഇൻസാലം മുസ്തമിറൻ, കണ്ടോ, ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാ അതിന്റെ അർത്ഥം. മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്, പിന്നീടും ഉണ്ട്. അതാ ഇൻസാലം മുസ്തമിറൻ, അത് മുങ്കത്തിയല്ല. പിന്നൊന്നെന്ന് പറഞ്ഞാൽ ബാഹിറല്ലിൽ ഉഖൂലീന, ബുദ്ധി എന്താണ് ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഇറക്കുന്നത്. അതായത് എപ്പോഴാ മഴ പെയ്യുന്നത്, എങ്ങനെയാ മഴ പെയ്യുന്നത്, ഇതൊക്കെ ആകപ്പാടെ എന്താണ് ബുദ്ധിക്ക് പിടുത്തം കിട്ടാത്ത കാര്യമാണ്. അതും ഇതൊക്കെ അടയാളം പറഞ്ഞിട്ട് സാധ്യത ഉണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. കൃത്യമായി ഇതെന്താണെന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ ആണുള്ളത്. അതാ അൻസൽന ബാഹിറൻ ലിൽ ഉഖൂലി എന്ന് പറഞ്ഞ. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന വെള്ളം എവിടുന്നാണെന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ലാതിരിക്കുക. അത് ആകാശത്തുനിന്ന് മഴ പെയ്യുന്നതാണോ ഇത്ര അധികം വെള്ളം, അല്ല ഇത്ര അധികം വെള്ളം പാറക്കെട്ടിന്റെ ഉള്ളിൽ കെട്ടിയുന്നതാണോ, ഇതൊന്നും ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല.
അല്ല, ബാഹിറൻ ലിൽ ഉഖൂലി എന്ന് പറഞ്ഞപ്പോ അൻസൽന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കി എന്ന് പറയുമ്പോ അള്ളയിലേക്ക് ആ ഇൻസാലിനെ ചേർത്തതിൽ നിന്ന് കിട്ടിയ മാനയാണ്. പിന്നെ നാഷി അൻ അലമത്തിന, നാഷി അൻ അലമത്തിന എന്ന് പറഞ്ഞത് ലമീർ ജമ്മാക്കിയല്ല, അൻസൽന എന്ന് പറഞ്ഞില്ലേ മുത്തക്കല്ലിമിന്റെ ലമീർ. അപ്പൊ അത് തഅലീമിനാണ്. ഇല്ലെങ്കിൽ അള്ളാ എന്താണ് വാഹിദല്ലേ, അപ്പൊ അൻസൽത്തൂന്നല്ലേ. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ അത് മൂന്നർത്ഥം പറഞ്ഞ അവിടെ. ഇൻസാലം മുസ്തമിറൻ ബാഹിറൻ ലിൽ ഉഖൂലി നാഷിഅൻ അൻ അലമത്തിന മിനസ്സമായി, ആകാശത്ത് നിന്ന് ഇറക്കിയത്. ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അൽ ജിറുമിൽ മഅഹൂദീന, ആകാശം എന്ന പേരിൽ അറിയപ്പെട്ട ആ ജിർമുണ്ടല്ലോ, ആ തടിയായ സംഗതി തന്നെ ഉണ്ട്. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഒരു തടിയായ മണ്ണും കല്ലും പാറയൊക്കെ ഉള്ള പോലെ ഒരു സാധനമാണല്ലോ. എന്ന പോലെ ആകാശം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാ, ഒരു ജിർമ് അതീ നിറക്കീന്ന. അത് ഇൻ ഉരീദൽ ഇബ്തിദാഉ, അത് മിന്നി ഇബ്തിദായി ആക്കിക്കൊണ്ട് അവിടെ നിന്ന് തുടങ്ങി എന്ന് പറയുകയാണെങ്കിൽ സഹാബി അല്ലെങ്കിൽ സഹാബ് എന്നർത്ഥം, മേഘം എന്നർത്ഥം, ജിർമിന്റെ മേലത്തുപ്പ്. അപ്പൊ ഈ നുരീദൽ ഇന്തിഹാവ് ഉദ്ദേശിച്ചാൽ അപ്പൊ ഈ പറഞ്ഞെന്താ? അതായത് മഴ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ശറഈന്റെ ഉലമാഇന്റെ ഒരു പക്ഷം എന്ന് പറഞ്ഞാല് ആകാശത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ആ മേഘം വരെ അവസാനിക്കുക, പിന്നെ മേഘത്തിൽ നിന്ന് താഴോട്ട് മഴ പെയ്യുക എന്നുള്ളതാണ്. മേഘത്തിൽ നിന്ന് താഴോട്ട് മഴ പെയ്യുക എങ്ങനെയാണ്? അപ്പൊ അതാ പറഞ്ഞ തുടക്കാണെന്നുണ്ടെങ്കിൽ ജിർമും മഅഹൂദ് എന്ന് വെക്കണം. അല്ല പിന്നെ അവസാനം ഉദ്ദേശിച്ച് മേഘത്തിൽ നിന്ന് എന്നാണ്. രണ്ടായാലും മിനസ്സമായി എന്നാണല്ലോ, അവിടെ മിന്നാണല്ലോ ഉള്ളത്. അപ്പൊ അത്രയും അവിടെ തന്നെ ഒരു തുടക്കം ഒടുക്കമുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ ആ ജിർമും മഅഹൂദ് എന്ന് തുടങ്ങി പിന്നെ സഹാബില് മേഘത്തിലെത്തി പിന്നെ അവിടുന്ന് താഴോട്ട് പെയ്തു എന്നാ. അല്ല, ഇന്തിഹാദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് മഴ എത്തുന്ന ഇന്തിഹാദ് അല്ല. അവിടെ ആകാശവും മേഘവും തമ്മിലുള്ള ഒരു ഇന്തിഹാവും ഉണ്ട്. ആ മേഘത്തിലെത്തിയിട്ട് പിന്നെ ആ മേഘത്തിൽ നിന്ന്. അപ്പൊ അൻസൽനാ മിനസ് സമായി എന്ന് പറഞ്ഞാല് അൻസൽനാ മിനസ് സഹാബി എന്നർത്ഥം. ഇങ്ങനെയാണ്. ആകാശം ഇങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലേന്ന് കുറെയൊക്കെ ആൾക്കാർ പോയി നോക്കിയിട്ടൊന്നും ഒന്നും കാണുന്നില്ല. കാണാത്തത് കൊണ്ട് ശറഈൽ പറഞ്ഞത് ഇല്ലാതാവൂലല്ലോ. യജൂജ് മഅജൂജ് എവിടെയെന്നും യജൂജ് മഅജൂജിന്റെ ശ്രദ്ധ എവിടെയെന്നും ഇതുവരെ ആർക്കും കൃത്യമായി കണ്ടുപിടിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. സംഗതി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു കെട്ടിയ കെട്ടല്ലേ അത്. എന്താണ് പിന്നെ യജൂജ് മഅജൂജിന്റെ ഖുറൂജും അവരുടെ ഫിത്നയും ഒക്കെ ഹദീസിലുള്ളതല്ലേ. അപ്പൊ അതെല്ലാം തന്നെ. എന്ന പോലെ തന്നെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്ന പോലെ ആകാശം നോക്കിയിട്ട് കാണാത്തോണ്ട് കാര്യമില്ല. ആകാശം ഭൂമിന്റെ ഇടയിൽ 500 കൊല്ലത്തെ വഴിദൂരമുണ്ട് എന്ന്, ആ ബുഴുദിന്റെ ഓരോ ആകാശത്തിന്റെ ഇടയിലും അത്രത്തോളം വഴിദൂരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ. അത് 500 എന്നുള്ളത് മുബാലഗത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പോയി നോക്കിയാൽ കാണൂല എന്നല്ലേ അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ പോലെ എന്താണ് ആ മേറാജായിട്ടോ അല്ലെങ്കിൽ മേറാജ് എന്നുള്ള മുഅ്ജിസത്തായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കറാമത്തായിട്ടോ പോയി നോക്കേണ്ടി വരും, എന്നാലേ കാണുള്ളൂ. ഏതായാലും എന്താണ് ശയാത്തീന്മാർ അതിന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഒളിച്ചിരിക്കുമായിരുന്നു, എന്നിട്ട് വഴി കെട്ട് കേൾക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ എന്താണ് ആ വഴി കെട്ട് കേൾക്കുന്നുണ്ട് എന്നല്ലേ. എന്നിട്ട് ജ്യോത്സ്യന്മാരിലേക്കൊക്കെ അവർ കേട്ട് കേൾക്കുന്നത് കുറച്ച് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ശൈത്താൻ സേവകരിലേക്കൊക്കെ അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരെ സമീപിക്കുന്ന ആൾക്കാർക്ക് ഒരു സത്യം പറഞ്ഞു കൊടുക്കും, അതിൻ്റെ കൂടെ 100 കള്ളത്തരവും കൂടെ കൂട്ടി കൊടുക്കും എന്നൊക്കെ ഹദീസിലുള്ളതാണ്. അപ്പൊ ആ ജിർമുള്ളത് തന്നെ ഏഴാകാശമൊക്കെ ഹദീസിൽ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. അതിന്റെ വാതിൽ എന്ന് പറഞ്ഞാല് പിന്നെ ബൈത്തുൽ മുഖദ്ദസിന്ന് മുകളിലോട്ട് പോകുന്നിടത്താണല്ലോ ഉള്ളത്. അപ്പൊ അവിടെ ഒരു കാവൽക്കാരനും അവിടെ ഒരു വാതിലും പിന്നെ അവിടെ ബൈത്തുൽ മഅമൂറും അവിടെ അംബിയാവും എന്ന പോലെ മലായിക്കത്തും ഒക്കെ താമസിക്കുന്ന ഒക്കെ സ്ഥലമാണ്. മലക്കൂത്ത് എന്ന് പറയുന്ന സ്ഥലമല്ലേ. അപ്പൊ അത് ഒക്കെ ഉള്ളത് തന്നെ. പോയി നോക്കിയിട്ട് കാണാത്തോണ്ട് മുഗൾ ഭാഗമാണ് ആകാശം, അന്തരീക്ഷമാണ്, അറ്റ്മോസ്ഫിയറാണ്, അങ്ങനെയൊക്കെ പറയുന്ന മണ്ടത്തര. പിന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ. മാഅൻ എന്ന് പറഞ്ഞത് എല്ലാ വെള്ളത്തിനെ ഇറക്കിന്നാ. അതെ, ഫീഹി ഉമൂമുൻ. എന്താ അത് കാരണം അങ്ങനെ ഉമൂം വെക്കാൻ? മുഴുവൻ വെള്ളത്തിനെ നമ്മൾ ആകാശത്ത് നിന്ന് ഇറക്കിയ.
മിന്നൈതു ഇന്നഹു ലിൽ ഇംതിനാനി. കണ്ടോ, ഇത് അള്ളാഹ് മിന്നത്ത് പറഞ്ഞതാ, അള്ളാന്റെ നിഅമത്തും മിന്നത്തും എടുത്തു പറഞ്ഞതാണ്. അപ്പൊ അത് കുറച്ചു വെള്ളം ഇറക്കി എന്ന് പറഞ്ഞാൽ മിന്നത്ത് അതിനോട് യോജിപ്പില്ലല്ലോ, അതുകൊണ്ട് ഉമൂം വെക്കണം. ഒബിഹാദസ്തുഫീദ മിന്നു അന്നഹു താഹിറുൻ, മിന്നത്ത് പറഞ്ഞതാണ് എന്നതിൽ നിന്ന്, അക്കാരണത്താൽ ഉസ്തുഫീദ മിന്നു, ഈ ആയത്തിൽ നിന്ന്, ഈ മാഅൻ എന്നതിൽ നിന്ന് വായുതൊപ്പിക്കപ്പെട്ടു, ലഭിച്ചു. എന്ത് ലഭിച്ചു എന്ന്? അന്നഹു താഹിറുൻ, ആ വെള്ളം താഹിറാണ്, മാ എന്ന് പറയുന്നത് താഹിറാണ്. അപ്പൊ അൻസൽനാമിനസ്സമായി മാ എന്ന് പറഞ്ഞാൽ മാൻ താഹിറൻ അതിന്റെ അർത്ഥം. പിന്നെ തൊഹൂറൻ എന്ന് വേറെ സിഫത്തും പറയുന്നുണ്ട്. ഇത് ലംദിനാന ബിൻ നജസി, അല്ല നജസായ വെള്ളം കൊണ്ട് മിന്നത്ത് പറയാനില്ലല്ലോ. അപ്പം മിൻ ഒബിഹാദ ഉസ്തുഫീദ മിൻഹു എന്ന് പറഞ്ഞതിന്റെ ലമീറോ മിൻ ഖൗലിഹി തആലാന്ന് അല്ലേ, അള്ളാന്റെ പിന്നെ ബിഹാദ എന്ന് പറഞ്ഞ ഇഷാറത്ത് ഇംതിനാനിലേക്കോ. അപ്പൊ ഈ ഖൗലിൽ നിന്ന് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ മായിലേക്ക് തന്നെ മടക്കാം. മാൻ എന്ന് പറഞ്ഞതിൽ നിന്ന് താഹിറാന്ന് കിട്ടി. ഇനി തൊഹൂറൻ എന്ന് പറയുമ്പോ എന്താണ്? രണ്ടാമത്തെ ഒരു വസ്തുവും കൂടിയാ. മഅനാഹു മുതഖിറൻ ലിഗൈരിഹി എന്നാണ്. മാൻ തൊഹൂറ എന്ന് പറഞ്ഞാൽ തൊഹൂർ മുതഖിറുൻ ലിഗൈരിഹി. ഇല്ല, അങ്ങനെ മുതഖിറുൻ ലിഗൈരിഹി എന്നല്ല. തൊഹൂർ എന്നുള്ള താഹിറിന്റെ അർത്ഥത്തിനും ഭാഷയിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഭാഷയിലുള്ള ആ പ്രയോഗം ആണെന്ന് ഇവിടെ വെച്ചാല് അതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താ? ലസിമത്ത് തൈക്കീദു, അപ്പൊ തൈക്കീദാകുക. മാ അൻ തൊഹൂറ എന്ന് പറഞ്ഞിടത്ത് മാ എന്നുള്ളടത്ത് താഹിർ എന്ന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ കിട്ടിയെങ്കിൽ പിന്നെ തൊഹൂറ എന്ന് പറയുമ്പോഴോ അപ്പൊ നേരത്തെ അറിയപ്പെട്ടതിന് തൈക്കീദേ ആവുള്ളൂ. തഹ്സീസു ഖൈറും മിന്നു, ആ തഹ്സീസാണല്ലോ എപ്പോഴും നല്ലത്. അതായത് ഒരു പുതിയൊരു മാന തഹ്സീസ് ചെയ്യുക. തഹ്സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നല്ലേ. അപ്പോൾ ഒരു വാചകം പറയുമ്പോൾ അതിനൊരു പുതിയ മാന ഉണ്ടാകുക എന്നുള്ളത് മുമ്പ് പറഞ്ഞതിന് തെക്കീതാകുക എന്നുള്ളത് നോക്കുമ്പോൾ തഹ്സീസാ നല്ലത്. അപ്പോൾ ഇങ്ങനെ മുത്തഖിറുൻ ലിഗൈരിഹി നോക്കണം. അപ്പോൾ യദുല്ലു ലിദാലിക അയ്ദൻ ലിയുതഖിറക്കും തത്ഹീറ ലിയുതഖിറക്കും ബിഹി എന്ന് പറഞ്ഞ ആയത്ത് എന്തിനറിയിക്കുന്നുണ്ട്? ഈ മുത്തഖിറൻ എന്ന അർത്ഥത്തിനാണ് എന്ത് തഹൂർ എന്ന് പറഞ്ഞതിന് മുത്തഖിറാണ് അർത്ഥം എന്നതിന് ഈ ആയത്ത് അറിയിക്കുന്നില്ല. കാരണം അവിടെ എന്താ? ആ ലിയുതഖിറക്കും ബിഹി എന്ന് പറഞ്ഞ തത്ഹീറാണല്ലോ പറഞ്ഞത്. ആ വെള്ളം കൊണ്ട് നിങ്ങളെ തത്ഹീറാക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോ വെള്ളത്തിന് മുത്തഖിർ തത്ഹീർ എന്ന് പറഞ്ഞൊന്നുണ്ട് എന്ന് ആ ആയത്തുകൊണ്ടും കിട്ടി. അതിനും പുറമെ അന്നഹുൽ അസ്ലു ഫി ഫഊല്, ഫഊല് വസ്നില് അസ്ൽ അതാണ് എന്നതും അതിന്റെ മേൽ അറിയിക്കുന്നു. അപ്പൊ യദുല്ലു ലിദാലിക അയ്ലൻ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ മാൻ തൊഹൂറ എന്നുള്ളത് അറിയിച്ച പോലെ തന്നെ അറിയിക്കുന്നുണ്ട്. ലിയുതഖിറക്കും എന്ന് പറഞ്ഞതും അറിയിക്കുന്നുണ്ട്. അപ്പൊ യദുല്ലുവിന്റെ വായില് ലിയുതഖിറക്കും ബിഹി എന്നുള്ളതാ. അതിന്റെ മേൽ അത്ഫാണ് അന്നഹുൽ അസ്ലു, അതും അറിയിക്കുന്നുണ്ട് ഫി ഫഊല്. വഇൻജാ മസ്ദറൻ, അപ്പൊ ഫഊല് മുതഖിർ എന്നുള്ള അർത്ഥത്തിന് ആണ് എന്നാ പറഞ്ഞത്. ഇനി വൈൻജാ, അതും ഏതവസ്ഥയില് ഹാലിയ ഫഊല് വസ്ന് മസ്ദറായി വരാറുണ്ട്. വലിൽ മുബാലഗത്തി, മുബാലഗത്തിനും വരാറുണ്ട്. വലിൽ ആലത്തിന് ശേഷം പറയുന്നുണ്ട്. അങ്ങനെ രണ്ടു മൂന്ന് അർത്ഥത്തിന് വേറെ വരും. പക്ഷെ അസിലാണെങ്കിലോ മുതഖിർ എന്നുള്ള അർത്ഥമാണ്. മസ്ദറായി വലിൽ മുബാലഗത്തി, മുബാലഗത്തിന് വരും എന്ന് പറയുമ്പോ ബിഅൻ യദുല്ല അലാ സിയാദത്തിൻ ഫീ മഅന ഫാഇലിൻ, ഫാഇലിന് എന്താണ് ഒരു മാന അധികമുണ്ട് എന്നുള്ള മുബാലഗത്ത്. മുസാവാത്തിഹി ലഹു, ആ എന്തിനോട് തുല്യായി കൊണ്ട് ആ പറഞ്ഞ ഫാഇലിനോട് തുല്യാകുക. മുസാവാത്തിഹി എന്ന് പറഞ്ഞാൽ ഫാഇല് ഫഊല് തുല്യമാകുക, ലഹു ഫാഇലിനോട് തുല്യമാകുക. മുസാവാത്തിഹിന്റെ ദമീർ ഫഊലിലേക്ക്, ആ ഫഊല് തുല്യാകുക ഫാഇലിനോട്. എങ്ങനെ തുല്യാകുക? തഅദ്ദിയൻ, തഅദ്ദിയില് തുല്യാകണം. ലറൂബ്, വാരിബ് എന്ന് പറഞ്ഞാല് അടിക്കുന്നവനെന്നാ, ലറൂബ് എന്ന് പറഞ്ഞാല് കൂടുതൽ അടിക്കുന്നവനെന്നാ. അപ്പോ പിന്നെ ഔ ലുസൂമൻ, അല്ലെങ്കിൽ ലുസൂമില് തുല്യാകണം. സബൂർ, സാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവനാ, സബൂർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ഷമിക്കുന്നവനാ. എന്തിനപ്പോ ആ മുബാലകത്തിന്റെ അർത്ഥം അവിടെ വിശദീകരിച്ചേ? അതായത് മുബാലകത്തിന്റെ അർത്ഥം കിട്ടുമ്പോ
പിന്നെ താഹിർ എന്നുള്ളത് മാറി മുത്തഹിർ ആവൂല എന്ന് പറയാൻ വേണ്ടിയാ. താഹിർ എന്ന് പറഞ്ഞാൽ ലാസിമല്ലേ, മുത്തഹിർ എന്ന് പറഞ്ഞാൽ മുത്താദ്ദി അല്ലേ. അപ്പൊ ഫഊല് വസ്ന് മുത്താദ്ദിയാണ്, അല്ല മുബാലഗത്തിനാണ് എന്ന് പറയുമ്പോ അതിന്റെ ലാസിമെന്ന് മാറി മുത്താദ്ദിയിലേക്ക് പോകൂല എന്നറിയിക്കാനാണ് ഉദാഹരണമൊക്കെ പറഞ്ഞത്. ചിലർ അത് പറഞ്ഞിട്ടുണ്ട്, എന്ത് മുബാലഗത്തിനാണല്ലോ, അപ്പൊ അതുകൊണ്ട് തഹൂറ് എന്ന് പറഞ്ഞത് മുത്തഹിർ എന്നുള്ള അർത്ഥത്തിനാണ്. അത് രണ്ടും വേറെ വേറെയാണെന്ന് അറിയിക്കാനാ. വലിൽ ആലത്തി, ഇനി ആലത്തിനും വരും സഹൂരിൻ, സഹൂർ പോലെ, ലിമാ യുതസഹറു ബിഹി, ഇടയത്താഴം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, തസഹുർ, ആ ഭക്ഷണത്തിന് സഹൂർ എന്ന് പറയും. അപ്പൊ അത് ആലത്താണ്. ഇങ്ങനെ എന്തർത്ഥത്തിനൊക്കെ വന്നു, 4 അർത്ഥത്തിന് വന്നു അല്ലെ. ആലത്ത്, മുബാലഗത്ത്, മസ്ദർ, പിന്നെ മുത്തഹിർ എന്ന് പറഞ്ഞ അസിലർത്ഥവും. അപ്പൊ ഈ അപ്പൊ പദം മുഷ്തറക്കാണെന്ന് അർത്ഥം, ഫഊല് മുഷ്തറക്കാണ്. അതാ ഒബി ഹാദൽ ഇഷ്തിറാക്കി മാ കൗനിൽ അസ്ലി മാദുക്കിറ, ഇത് മുഷ്തറക്കുമാണ്, അതിൽ അസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതുവാ. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇൻദഫഅൽ ഇസ്തിദ്ലാലു ബിഹി ലിതുഹൂരിയത്തിൽ മുസ്തഅമലി, ഈ ആയത്തുകൊണ്ട് എന്ത് തെളിവ് പിടിച്ചത്, മാന്തഹൂറ എന്ന് പറഞ്ഞ ആയത്തുകൊണ്ട് തെളിവ് പിടിച്ചത് മുന്തഫിയായി. എന്തിന് തെളിവ് പിടിച്ചു? തുഹൂരിയത്തിൽ മുസ്താമലി, മുസ്താമിലായ വെള്ളം തഹൂറാണെന്ന് പറഞ്ഞാലോ. തുഹൂരിയത്തിൽ മുസ്താമിലായ വെള്ളം തുഹൂറാണ് എന്ന് ചിലർ പറഞ്ഞു. കാരണം അവിടെ മുബാലകത്തുണ്ടല്ലോ. അപ്പൊ മുബാലകത്തുണ്ടാവുമ്പോ എന്ത് വേണം? ഒന്നിലധികം സമയം തത്ഹീറാക്കണ്ടേന്ന് അവർ ചോദിക്കുന്നത്. ഒരു വട്ടം തത്ഹീറാക്കി, അപ്പോഴത്തേക്ക് മുസ്താമിലായി. അപ്പൊ മുബാലകത്തിന്റെ അർത്ഥം കിട്ടൂലല്ലോ. അപ്പൊ ഒരിക്കത്തെ തത്ഹീർ ഒതുകൊടുത്ത്, പിന്നെ അതേ വെള്ളം കൊണ്ട് തന്നെ പിന്നെ ഒതുകൊടുത്ത്, പിന്നെ ഒതുകൊടുത്ത്, അപ്പൊ ഈ മുസ്താമിലായ വെള്ളം പിന്നെയും എന്താകും? തഹൂറായി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞത് മുന്തഫിയായി. നളറന്നില ഇബാദത്തിഹിൽ മുബാലകത്ത്, അത് അവരുടെ ആ ഇസ്തിദ്ലാല്, അൽ ഇസ്തിദ്ലാലു ബിഹി എന്ന് പറഞ്ഞ ഇസ്തിദ്ലാലിന് കാരണം പറയുന്നത് നളറന്നില ഇബാദത്തിഹി, ഈ എന്താണ് കൗല് ഫായിദ ഒപ്പിക്കുന്നുണ്ട് എന്നത് നോക്കിയിട്ട് എന്ത് ചെയ്തു? അവര് തെളിവ് പിടിച്ചു. എന്തിനെ ഫായിദ ഒപ്പിക്കുന്നുണ്ട്? അൽ മുബാലകത്ത, മുബാലകത്തിന്. ഇനി അലാ അന്ന ഫീമാ ഖുൽനാഹു തക്റാറൻ ഐലൻ ലിറഫഇഹി അഹദാസ അജ്സാഇൽ ഉളുവിൽ വാഹിദി യുജ്രിഹി അലൈഹി. അപ്പോ മുബാലകത്തിന്റെ അർത്ഥം ഈ പറഞ്ഞ രീതിയിൽ ആവർത്തിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ മുസ്താമിലായ വെള്ളം എന്താണ് പിന്നെയും തുഹൂറായിട്ട് ബാക്കി വേണോ? അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. ആ മുബാലകത്ത് കൊണ്ട് കിട്ടുന്ന തെക്റാർ നമ്മൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അലാ അന്ന ഫീമാ ഖുൽനാഹു, നമ്മൾ പറഞ്ഞതിലുണ്ട്. അപ്പൊ നളറന്നില ഇലാ ഇഫാദത്തിഹിൽ മുബാലകത്ത എന്നുള്ള നോക്കിയിട്ട് ഇസ്തിദ്ലാലാക്കി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മേൽ അലാവത്താണ്. അലാ അന്ന ഫീമാ ഖുൽനാഹു, നമ്മൾ പറഞ്ഞ ഇതിലുണ്ട്. പിന്നെ തഹൂർ മുത്തഹിറാണെന്നുള്ള അർത്ഥത്തിന് അതിലെന്തുണ്ട്? തക്റാറുണ്ട്. അയിലൻ മറ്റേത് ആവർത്തിച്ചാൽ തക്റാറുണ്ടാവും അല്ലെ. മുസ്താമിലായ വെള്ളം എന്തായി? തൊഹൂറായി ശേഷിച്ചാല് അവിടെ തക്റാറുണ്ടാവും. 2ാമത് 3ാമത് ഒക്കെ ഒതു കൊടുക്കാലോ. പക്ഷെ അത് ശരിയല്ല നമ്മൾ പറഞ്ഞു. അവിടെ തക്റാറ് വേണം എന്താണ് എന്നാണ് അവർ വാദിച്ചത്. അപ്പോ നിങ്ങൾ പറയുന്ന തക്റാറ് നമ്മൾ പറയുന്നതിലും ഉണ്ട് നായിലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ലി റഫഇഹി, അങ്ങനെ തക്റാറുള്ളത് ആ വെള്ളം റഫ് ചെയ്യുന്നുണ്ട്. ഹിദാദ അജ്സാഇൽ ഉളുവിൽ വാഹിദി, ഒരു ഉളുവിന്റെ അജ്സാഇന്റെ ഹദസുകളെ കൈ ഇങ്ങനെ കഴുകുമ്പോ വിരലിന്റെ അറ്റം മുതലാണല്ലോ കഴുകി തുടങ്ങേണ്ടത് അല്ലെ. അപ്പൊ വിരലിന്റെ അറ്റം മുതൽ ഇങ്ങനെ കഴുകി തുടങ്ങുമ്പോ ഇത് മുതൽ മുട്ട് വരെ ഉള്ള മുഴുവൻ ഭാഗത്തിന്റെയും അശുദ്ധി ഉയർത്തിയില്ലേ? അപ്പൊ തക്രാർ വന്നില്ലേ? ഓരോ ജുസു റഫ് ചെയ്തല്ലേ പോകുന്നത്. കുളിക്കുമ്പോ തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങ് ഒലിച്ച് കാലുവരെ ഇറങ്ങിയാല് എവിടെല്ലാം ഒലിച്ചിറങ്ങിയോ അവിടുത്തെ എല്ലാം ഹദസ് ഉയർന്നുകൊണ്ടല്ലേ വരുന്നത്. അത് മതിയല്ല. അതാ യുജ്രിഹി അലൈഹി, ആ വെള്ളത്തിന് ആര് ഇജ്റാ ചെയ്യുന്നു? ഉപയോഗിക്കുന്ന ആള് അല്ലെ. ദമീർ അവിടുന്ന് അറിയപ്പെട്ട ഒരു ദമീറാ. ആ വെള്ളത്തിനെ ഇജ്റാ ചെയ്യുന്നു അലൈഹി, ആ ഉളുവിന്റെ മേല്. ഇനി അമ്മൽ മൽമൂമ്, ഇതിപ്പോ പറഞ്ഞ തഹൂർ ഫഊല് വസ്നായിട്ട് ഫായിന് ഫത്തഹ് കൊണ്ട്, തായിന് ഫത്തഹ് കൊണ്ടാ.
അപ്പോ ലമ്മാണെങ്കിലോ തുഹൂർ എന്നാണെങ്കിലോ അൽ മദ്മൂമു വയഖ്തസ്സു ബിൽ മസ്ദരി, അത് മസ്ദർ മാത്രമാണ്. അതായത് വുളൂ വളൂ എന്ന് പറയുന്ന പോലെ തുഹൂർ തഹൂർ എന്ന് പറയുമ്പോ തുഹൂർ എന്ന് പറയുമ്പോ തതഹുർ എന്നുള്ള അർത്ഥം മാത്രം, അതാണ് മസ്ദർ എന്ന് പറഞ്ഞത്. ഉളൂ എന്ന് പറഞ്ഞാൽ തവല്ലു എന്നല്ലേ എന്ന പോലെ. വഖീല യഅതി ബിമഅനൽ മുതഖിരി ലിഗൈരിഹി ഐലൻ, അല്ലൊരു അഭിപ്രായം ഉണ്ട് ആ തുഹൂർ എന്നുള്ളത് മുതഖീറുൻ ലിഗൈരിഹി എന്നുള്ള അർത്ഥത്തിനും വരും. ഐലൻ എന്ന് പറഞ്ഞാല് മസ്ദർ ആയി വരും പോലെ തന്നെ. ഇനി വഖ്തിസാസു തഹാറത്തി ബിൽ മാഇല്ലദി അശാറത്ത് ഇലൈഹിൽ ആയത്തു വലാ യരിദു ശറാബൻ തഹൂറാ ലിഅന്നഹു ഖദ് ഉസിഫ ബിഅഅലാ സിഫാത്തിദ് ദുനിയാ തഅബ്ബുദിയ്യുൻ ഔ ലിമാ ഫീഹി മിനർ റിഖത്തി വൽ ലതാഫത്തിന. അപ്പൊ ഇഖ്തിസാസു തഹാറത്തി തഅബ്ബുദിയ്യുൻ ഖബർ, അതിന്റെ ഇടക്ക് വേറെ കാര്യം പറഞ്ഞതാ. അപ്പൊ ഈ വെള്ളത്തിനെന്ത് തഹാറത്ത് എന്ന് പറഞ്ഞ മുതഖിറുൻ ലിഗൈരിഹി എന്ന് പറഞ്ഞ ഗുണമുണ്ടല്ലോ, അതിപ്പോ വെള്ളത്തിന് മാത്രമായത് എന്താ? വെള്ളത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉള്ളതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? അതെ, അതായത് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ചില മുജ്തഹിദീങ്ങള് പിന്നെ നബീദ് കൊണ്ട് തത്ഹീറാക്കാമെന്ന് പറയുന്നുണ്ട്. നബീദ് എന്ന് പറഞ്ഞാല് കാരക്ക, എന്താണ് ഉണങ്ങിയ കാരക്ക ഉണ്ടല്ലോ, ഈത്തപ്പഴമല്ല, അതിങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് വെക്കും കുതിരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു മയം വരും, അപ്പൊ അത് തിന്നാനൊരു സുഖം ഉണ്ടാവും. ഈ വെള്ളത്തിനാണെങ്കിൽ ഒരു മധുരം ഉണ്ടാവും, അപ്പൊ അത് കുടിക്കുകയും ചെയ്യാം. അപ്പൊ ആ മധുരമുള്ള വെള്ളമാണ് നബീദ് എന്ന് പറയുന്നത്. നബീദ് തമ്ര, ഉണക്കമുന്തിരി ഇട്ട വെള്ളമായാലും മതി. ഇതാണ് നബീദ് എന്ന് പറയുന്നത്. അല്ലാതെ മുസ്കിറായ വേറെ നബീദ് ഉണ്ട്. ഇത് നമ്മള് ഖംറിന്റെ ബാബില് ഖംറ് നജസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇനബിൽ നിന്ന് അഖദി ചെയ്യുന്നതാണ് ഖംറ്, ബാക്കിയുള്ളതിൽ നിന്നാകുമ്പോ നബീദ് എന്ന് പറയുന്നത്. ആ നബീദ് അല്ലത്. ഇത് എന്ന് പറഞ്ഞാല് 4 പാത്രം നിരോധിച്ചു എന്ന് പറഞ്ഞില്ലേ ഹദീസില്. പിന്നെ മുസഫത്ത്, നഖീർ, മുഖയ്യർ, ദുബ്ബാവ് എന്ന് പറഞ്ഞ 4 പാത്രം അത് ഉപയോഗിക്കൽ നിരോധിച്ചു. ആദ്യം അങ്ങനെയായിരുന്നു, പിന്നെ അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കാരണം അതാ, അത് അവര് ഈ കാരക്ക വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് സമയം അധികമായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഇസ്കാർ വരും. അപ്പൊ കള്ളു കുടിക്കലവർക്ക് എന്താണ് ആരാണല്ലോ, അപ്പൊ അവർക്ക് എന്താണ് മുസ്കിറായി കഴിഞ്ഞാലും അവർ കുടിക്കുമായിരുന്നു. പിന്നെ ദീന് ഇസ്ലാം വന്നപ്പോ വിലക്കിയതല്ലേ, അപ്പൊ അതുകൊണ്ട് ആ പാത്രവും വേണ്ടാന്ന് വെച്ചു ആദ്യം. അപ്പൊ ആ നബീദ് എന്ത് ചെയ്യാൻ പറ്റും, അതിനും തുഹൂരിയത്തുണ്ട്. അപ്പൊ അതിങ്ങനെ ഒതുകൊടുക്കാനും നഴ്സ് കഴിയാനൊക്കെ പലതിനും ഉപയോഗിക്കാന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്ത് ഖാസാണ് എന്നുള്ളത് തഅബ്ബുദിയാണ് എന്ന് പറഞ്ഞത്. ഇഖ്തിസാസു തഹാറത്തി ബിൽ മായി, അത് ഖാസ എന്നാരെ പറഞ്ഞ അല്ലദീ അശാറത്ത് ഇലൈഹിൽ ആയത്തു, അതിലേക്ക് ആയത്ത് ഇശാറത്താക്കി. അൻസൽനാ മിൻഹു അൻസൽനാ മിനസ് സമായി മാഅൻ തഹൂറ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആയത്തില് ഇഷാറത്തുണ്ട്, മാത്രമാണ് തഹൂറായത്, വേറെ ഇല്ലാന്ന്. വേറെ ഉണ്ടെങ്കിൽ അതും പറയണ്ടേ, മിന്നത്തിന്റെ ഇംതിനാനിന്റെ സ്ഥലമാണല്ലോ. അപ്പൊ മിന്നത്ത് പറയുമ്പോ എത്രത്തോളം ഉണ്ടോ അതെല്ലാം പറയണം, പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് അല്ലത്തി അഷാറത്തി ഇലൈഹിലായത്തു എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ അഷാറത്തി ഇലൈഹിലായത്തു എന്ന് പറയുമ്പോഴേ വേറൊന്ന്, ഈ പിന്നെ സ്വർഗത്തിലെ കള്ളിനെ കുറിച്ച് എന്താണ് ഷറാബൻ തഹൂറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ വെള്ളമല്ലാത്തതിനും ആ തുഹൂരിയത്തുണ്ട് എന്ന് വരൂലേന്ന് അതിന് പറയുക, അത് ഇത്രാലല്ല. വലായരിതു ഷറാബൻ തഹൂറ എന്നല്ല പറഞ്ഞത്, ഇത്രാലായി വരൂല. അലി അന്നഹു ഖദ് ഉസിഫ ബിഅലാ സിഫാത്തി ദുനിയ, അത് ദുന്യാവിലെ സിഫത്തുകളിൽ വെച്ച് ഏറ്റവും അലയായ സിഫത്താണ് ആ തുഹൂറായിരിക്കുക എന്നുള്ളത്. തഹൂറായിരിക്കുക എന്നുള്ളത്, മുത്തഹിറാകുക എന്നുള്ളത് അയലാ സിഫത്താണ്. മറ്റൊന്നിനെ തത്ഹീറാക്കാൻ കഴിയുക എന്നുള്ളത് അയലാ സിഫത്താണല്ലോ. അപ്പൊ അത് ആ ആഖിറത്തിലെ കള്ളിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിവിടെ വരൂലെന്ന്. പിന്നെ തഅബ്ബുദിയുൻ, അപ്പൊ ഇഖ്തിസാസ് തഅബ്ബുദിയാണ്. ഔ ലിമാ ഫീഹി മിനർ റിഖത്തി വൽ ലതാഫത്തി ലാ തൂജദു ഫീ ഗൈരിഹി, അല്ലെങ്കിൽ ആ വെള്ളം എന്താണ്, അതിന്റെ സാന്ദ്രത കുറവാണ്, വളരെ നേർത്തതാണത്. അതുപോലെ വേറൊരു സംഗതി ഇല്ല. റിഖത്തും ലതാഫത്തും, അത് തഅബ്ബുദിയുൻ എന്ന് പറഞ്ഞതിന്റെ മേലെ തുഫ. ഇഖ്തിസാസു തഹാറത്തി തഅബ്ബുദിയുൻ ഔ ലിമാ ഫീഹി, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ്.
ഫമിൻ സമ്മ ഖീല ലാ ലൗന ലഹു, ഈ മറ്റൊന്നിലില്ലാത്ത റിഖത്തും ലത്താഫത്തും ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, വെള്ളത്തിന് നിറമില്ല എന്ന് പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ നിറം പോണല്ലോ. ഇനി വമിൻ സമ്മ വബിഹാദൽ ഇഖ്തിസാസി യത്തളിഹു മൻഹുമുൽ ഖിയാസ അലൈഹി. അപ്പൊ അതിന്റെ മേലെ ഖിയാസാക്കാൻ പറ്റുമോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നബീദ് ഉണ്ടല്ലോ, അതിനെ ഇവരൊക്കെ ഖിയാസാക്കിയത്. അബൂ ഹനീഫ ഇമാം, ഇമാം ഔസാഇ, സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എന്ത് ചെയ്ത് ആ നബീദിനെ വെള്ളത്തിന്റെ മേൽ ഖിയാസാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല എന്നാ പറയുന്നത്. ഈ ഇഖ്തിസാസ് കൊണ്ട് യത്തളിഹു മൻഹുഹും, നമ്മുടെ ഉലമാവ് മന്ന് ചെയ്തത് വാളിഹാണ്. അൽ ഖിയാസ, ഖിയാസിനെ മന്ന് ചെയ്തു. അലൈഹി, വെള്ളത്തിന്റെ മേൽ ഖിയാസാക്കാൻ പാടില്ല. കാരണം അതിലുള്ള ഈ ലത്താഫത്തും റിഖത്തും വേറൊന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഖിയാസാക്കുക? അതുണ്ടെങ്കിലല്ലേ അതിനെ പരിഗണിച്ചിട്ട് ഖിയാസാക്കുക. അങ്ങനല്ലേ ഖിയാസിന്റെ നിയമം. പിന്നെ ലാലി മഫൂമിഹി, അത് ഖിയാസിനെ വിലങ്ങിയത് എന്തിനു വേണ്ടിയാണ്? ബിഹാദൽ ഇഖ്തിസാസി എന്ന് പറഞ്ഞ് ലാലി മഫൂമിഹി, ആ വെള്ളം മാഇന്റെ മഫൂമിന് വേണ്ടിയല്ല. ലിഅന്നഹു ലഖബുൻ, അത് മാ എന്ന് പേര് പറഞ്ഞത് കൊണ്ടല്ല, ബാക്കിയുള്ളതൊന്നും വെള്ളമല്ലല്ലോ. അപ്പൊ അതിന്റെ മേൽ ഖിയാസാക്കാൻ പറ്റൂല എന്നത് ഈ വെള്ളം എന്ന് പറയാത്തത് കൊണ്ടാണ് എന്നല്ല. കാരണം എന്താ, ആ മാ എന്ന് പറഞ്ഞ പേര് പറയല, അത് ലഖബാണ്. ലഖബ് എന്ന് പറഞ്ഞാൽ ജാമിദായ ഇസ്മ എന്നല്ലേ. ജാമിദായ ഇസ്മിന്റെ മഫ്ഹൂം എന്തല്ല, ഹുജ്ജത്ത് അല്ല എന്നല്ലേ. സിഫത്താണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മഫ്ഹൂം ഹുജ്ജത്താണ് അല്ലെ. ഉസൂലില് അങ്ങനെയാണല്ലോ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അൽ മഫാഹീമു ഹുജ്ജത്തുൻ ഇല്ലൽ ലഖബ എന്നല്ലേ മഫ്ഹൂമുകള്. മഫ്ഹൂം മുഖാലഫയൊക്കെ ഹുജ്ജത്താണ് ലഖബ് ഒഴിച്ച്. ലഖബ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിദ. അപ്പൊ മാഇന് മാ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്, ബാക്കി ഈ നബീദ് പോലത്തെ ഒരു സാധനത്തിനും മാ എന്ന് പറയില്ലല്ലോ എന്നതിന്റെ പേരിലാണ് എന്ത് ആ ഖിയാസ് പറ്റൂല എന്ന് പറയുന്നില്ല. കാരണം അത് ലഖബാണ്. അപ്പൊ ലഖബിന്റെ പേരില് ആ ഖിയാസ് വിലങ്ങുന്നില്ല. എന്നാലോ ഈ റിഖത്ത് പരിഗണിച്ചിട്ടാ. തഅബ്ബുദിയാണെങ്കിൽ പിന്നെ ഏതായാലും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ബിഹാദൽ ഇഖ്തിസാസി എന്ന് പറഞ്ഞത് ഇഖ്തിസാസ് തഅബ്ബുദിയുൻ ഔ ലിമാ ഫീഹി, ആ രണ്ടിലേക്കും കൂടി മടങ്ങുന്ന. പിന്നെ ഇനി മസല പറഞ്ഞു തുടങ്ങുക. യുഷ്തറത്തു ലി റഫഇൽ ഹദഥി റഫ്ഉൽ ഹദസിനും റഫ്ഉൻ നജസിനും മാഉം മുത്തലഖ് ഷർത്താണെന്നാ ഇജ്മാഅൻ എന്ന് പറഞ്ഞു. അത് ഷർത്താന്നുള്ളത് ഇജ്മാ ആണ്. വഴുത്തുരില, ആ ഇജ്മാഇനെ ഇത്രാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, നേരത്തെ പറഞ്ഞ പോലെ നബീദ് പറ്റുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇജ്മാ ശരിയാവൂലല്ലോ. വഹുവ ഹുന അമ്രുൻ എഅ്തിബാരിൻ, ഇവിടെ ആ ഹദസിന്റെ അർത്ഥം എന്താ? നമ്മള് നേരത്തെ ഒരർത്ഥം പറഞ്ഞില്ലേ? അർത്ഥം പറഞ്ഞില്ല, അർത്ഥത്തിലേക്ക് സൂചന വന്നേ ഉള്ളൂ അല്ലെ. പിന്നെ തഹാറത്ത് എന്ന് പറഞ്ഞപ്പോ അർത്ഥം പറഞ്ഞപ്പോഴേ എന്താണ്, സവാലുൽ മൻഇ എന്ന് പറഞ്ഞവിടെ. അപ്പൊ മൻ ആണ് ഹദസ് എന്ന് പറയുന്നത്. അത് അമ്രുൻ ഇഅ്തിബാരിയും ഖായിമുൻ ബിൽ അദാഇ യംനഉ സിഹ്ഹത നഹ്വിസ് സ്വലാത്തി ഹൈസു ലാ മുറഖിസ എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ എന്ന് പറയാൻ കാരണം എന്താ, ഓഹുവ ഹുന എന്ന് പറഞ്ഞാൽ, ഹുന എന്ന് പറയുമ്പോൾ പല അർത്ഥം ഉണ്ടാവും. ഹുന എന്ന് പറഞ്ഞാൽ ഈ കിതാബിൽ നിന്ന് ചിലപ്പോൾ അർത്ഥം ഉണ്ടാവും. അതായത് മിൻഹാജ് കിതാബ് ഒന്നായിട്ട് അങ്ങനെ ചിലപ്പോൾ അർത്ഥം ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ മിൻഹാജ് കിതാബ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ തുഹഫയാണല്ലോ പറയുന്നത്. അപ്പോ ഹുന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുഹഫയിൽ അർത്ഥം ഉണ്ടാവും. ഞാൻ അക്കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താണ്, എന്നാൽ അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് സമ്മ ഹുന എന്ന് പറയും അവിടെ എവിടെയെന്ന്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ മറ്റേ കിതാബ്, സമ്മ ഹുന എന്ന് പറയുന്ന ഈ കിതാബ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. പിന്നെ വേറെ എന്താണ്, ഇനി സക്കാത്തിന്റെ ബാബിൽ അങ്ങനെ വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയെന്ന് പറയുമ്പോഴോ അപ്പൊ അതവിടെ സക്കാത്തിന്റെ ബാബും എന്ന പോലെ ഇത് സലാത്തിന്റെ ബാബും എന്നിങ്ങനെ അർത്ഥം ഉണ്ടാവും ഹുന സമ്മ എന്നൊക്കെ പറയുമ്പോ. ഇവിടെ അതല്ല. ചില സ്ഥലത്ത് എന്താണ് ഈ മസലയിൽ നിന്ന് അർത്ഥം ഉണ്ടാവും. ഹുന എന്ന് പറഞ്ഞാൽ ഈ മസലയിൽ അർത്ഥം ഉണ്ടാവും. ഇവിടെ അതൊന്നും അല്ല. ഇവിടെ റഫ്ഉൽ ഹദസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പിന്നെ
അസ്ബാബുൽ ഹദസ് എന്ന് പറഞ്ഞ ശേഷം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അസ്ബാബുൽ ഹദസിനെ ഹദസ് എന്ന് പറയും. അശുദ്ധി എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുക. അപ്പൊ അതും ഇതും നോക്കിയിട്ടാണ് ഹുന എന്ന് പറഞ്ഞത്. അപ്പൊ ഈ റഫ്ഉൽ ഹദസിന് ഷർത്താണ് എന്ന് പറയുന്ന ഈ മസല അത് തന്നെ, അതാണ് ഹുന എന്ന് പറഞ്ഞത്. പിന്നെ അമ്രുൻ എഴുത്തിബാരിയും അമ്രുൻ എഴുത്തിബാരിയാണ് ഖായിമുൻ ബിൽ അല ആണ് യംനഉ സിഹത്തൻ അഹ്വി സലാത്തി. നിസ്കാരം പോലത്തെ തവാഫൊക്കെ ഉണ്ടല്ലോ, ഹൈസുല മുറഖിസ. അതുപോലെ ഖുതുബാണ് തഹാർത്തുണ്ട്. ഹൈസുല മുറഖിസ റുഖ്സ ഇല്ലാതിരിക്കുമ്പോ തടയുന്ന. റുഖ്സ ഉണ്ടെങ്കിലോ തടയൂല. റുഖ്സ എന്താ? വെള്ളം ഇല്ലാതിരിക്കുക. വെള്ളം ഇല്ലാതിരുന്നാല് തൈമം ചെയ്യാനല്ലേ പറ്റുള്ളൂ. തൈമം ചെയ്താൽ എന്താവൂല? ആ റഫ്ഉൽ ഹദസ് ഉണ്ടാവൂലല്ലോ അല്ലെ. അപ്പൊ ആ അമ്രുൻ എഴുത്തിബാരി നിലനിൽക്കെ തന്നെ നിസ്കാരം ചെയ്യാവുന്നുണ്ട്. അതായത് മുറഖിസ എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നിൽ അതാണ് അർത്ഥം. അവിൽ മൻഉൽ മുത്തറത്തിബു അലാ ദാലിക, അല്ലെങ്കിൽ ഈ അമ്രുൻ എഴുത്തിബാറിനെ തൊട്ട് തുടർന്ന് വരുന്ന, അതിന്റെ മേലെടുത്ത് വരുന്ന ആ നിസ്കാരം പോലത്തതിന് തടസ്സമാകൽ, അതാണ് ഹദസ്. അപ്പൊ അതിനെ നീക്കുക എന്നാണ് റഫ്ഉൽ ഹദസിന്റെ അർത്ഥം. കൗനു തയമ്മുമി യർഫഉ ഹാദാ ലാ യരിദു ലിഅന്നഹു റഫഉൻ ഖാസും ബിന്നിസ്ബത്തി ലിഫർളിൻ വാഹിദിൻ. തയമ്മം ചെയ്താല് എന്താണ്? ഈ അമ്രുൻ ഇഅ്തിബാരി അല്ല, ഈ മൻഅ നീങ്ങുമല്ലോ, ഈ മൻഅ നീങ്ങുമല്ലോ എന്നുള്ളത് ഇത്റാദാകുന്നില്ല. എന്തിനാ ഇത്റാദാകുന്നില്ല എന്ന് പറഞ്ഞത്? അതായത് തയമ്മത്തിൽ വെള്ളമില്ലല്ലോ. ആ മൻഅ നീങ്ങണമെങ്കിൽ വെള്ളം ഷർത്താണ് എന്ന് പറയുമ്പോ തയമ്മം ചെയ്താല് മൻഅ നീങ്ങുന്നില്ല എന്നാ വരുന്നത്. പക്ഷെ തയമ്മം ചെയ്താൽ മൻഅ നീങ്ങുന്നുണ്ട് എന്നല്ലേ, അതുകൊണ്ടല്ലേ അവന് നിസ്കരിക്കൽ ജായിസായത് എന്നാ ചോദ്യം. അപ്പൊ അതിന് പറഞ്ഞ അതില്ല. ലിഅന്നഹു റഫഉൻ ഖാസും ബിന്നിസ്ബത്തി ലിഫർളിൻ വാഹിദിൻ. അതൊരു ഫർളിനല്ലേ, അത് ഒരു റുഖ്സയായിട്ട് എന്ത് ചെയ്ത അങ്ങനെ അനുവദിച്ചതാണ്. ആമായ നീങ്ങിയിട്ടില്ല. കലാമുന ബിർ റഫ്ഇൽ ആമ്മി, നമ്മൾ പറയുന്ന ആമായി നീങ്ങുന്നിടത്താണ്. ഫഹദാ ഖാസും ബിൽ മായി, ഈ ആമായ റഫ്അ് വെള്ളം കൊണ്ട് ഖാസാണ് എന്ന് പറഞ്ഞു. ഇനി ആ ഹദസിന്റെ ഖിസ്മുകൾ പറയാം. വഹുവ ഇമ്മ അസ്ഗറു വ ഇമ്മ അക്ബറു, ഇങ്ങനെ രണ്ടാണെന്ന് പറഞ്ഞു. ഇമ്മ അസ്ഗറു വ റാഫിഉഹു, അസ്ഗറായ ഹദസിനെ റഫ്അ് ചെയ്യുന്നത് അൽ വുളു ആണ്. വ ഇമ്മ അക്ബറു വ റാഫിഉഹു അൽ ഗുസ്ലു, അക്ബറായ ഹദസിന്റെ റാഫിഉ ഗുസ്ലു ആണെന്ന് പറഞ്ഞു. എന്നിട്ട് വഖദ് യുഖസ്സമു ഹാദാ, ഈ അക്ബറായ ഹദസിനെ തഖ്സീമാക്കും ചിലപ്പോ നളറൻ ഇലാ മുത്തവസ്സിത്തിൻ എന്ന വ അക്ബറ, ഇലാ മുത്തവസ്സിത്തിൻ വ അക്ബറ. അപ്പോ അക്ബർ, അസ്ഗർ അക്ബർ എന്ന് രണ്ട് കിസ്മായും പറയാം. അസ്ഗർ, മുത്തവസ്സിത്ത്, അക്ബർ എന്നിങ്ങനെ മൂന്ന് കിസ്മായും പറയാം. അങ്ങനെ മൂന്ന് കിസ്മായി പറയുമ്പോ ഏതാണ് ഈ അസ്ഗർ അക്ബറിൽ നിന്ന് രണ്ടെണ്ണം ആകുന്നത്? അത് അക്ബറ രണ്ടെണ്ണം ആകുന്നത് എന്നാ അത് പറഞ്ഞു. യുഖസ്സമു ഹാദാ നളറൻ ഇലാ തഫാവുത്തി മാ യഹ്റുമു ബിഹി. അതെങ്ങനെ തഖ്സീമാക്കുന്നത്? അതുകൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് നോക്കിയിട്ട്. വലിയ ശുദ്ധി ഉണ്ടാവുമ്പോ ഹൈദുൻ നിഫാസും ജനാബത്തും ഒക്കെ കൊണ്ടുണ്ടാവുമല്ലോ. അപ്പൊ ജനാബത്ത് കൊണ്ട് ഹറാമാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഹൈദുൻ നിഫാസും കൊണ്ട് ഹറാമാകുന്നുണ്ട്. കാരണം ജിമാഅ് പറ്റൂലല്ലോ ഹൈദുൻ നിഫാസും ഉണ്ടാവുമ്പോ. മറ്റേതാണെങ്കിലോ വെറും ജനാബത്തുണ്ടായാൽ എന്ത് ചെയ്യാ? അപ്പൊ പിന്നെയും ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഹറാമാകുന്ന കാര്യങ്ങൾ കൂടുന്നു കുറയുന്നു വ്യത്യാസമുണ്ട് എന്ന നിലയ്ക്ക് മുത്തവസ്സിത്ത് അക്ബർ എന്ന് വീണ്ടും തിരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞ അസ്ഗർ അക്ബർ എന്ന് പറഞ്ഞതോ അത് റാഫിയുള്ള നോക്കിയിട്ടാ. ചെറിയ കാര്യം ചെയ്താൽ ഉയരും, അപ്പൊ എന്തായി? ചെറിയ ശുദ്ധിയായി. വലിയ കാര്യം ചെയ്യണം, അത് ഉയരണമെങ്കിൽ അപ്പൊ വലിയ ശുദ്ധിയായി. ഇത് കുറെ അധികം കാര്യം ഹറാമാകുന്നുണ്ട്, അത് അക്ബർ. മുത്തവസ്സിത്ത് ഓഹുവ മാഅദൽ ഹൈലി വൻ നിഫാസി വ അക്ബർ ഓഹുവ ഹുമാ, ആ ഹൈലുൻ നിഫാസു ആണ് ഇത്. യഹ്റുമു ബിഹിമാ അക്സറു എന്ന്. പിന്നെ വറഫഇൻ നജസി, അപ്പോ ഷാരിഹ് എന്ത് ചെയ്തു? ഇബ്നു ഹജർ തങ്ങൾ റഫ അവിടെ സങ്കല്പിച്ചത് വന്നജസി എന്നുള്ളത് ഹദസിന്റെ മേലെ അത്ഫാണെന്ന് അറിയിക്കാനാ. അപ്പൊ യുസ്തറത്തുൽ റഫഇൽ ഹദസി വന്നജസി, നജസിനെ റഫ ചെയ്യാൻ
നജസ് എന്ന് പറഞ്ഞാൽ എന്താ? ശർഅൻ മുസ്തഖ്ദറുൻ യംനഉ സിഹത്ത സ്വലാത്തി. അത് മുസ്തഖ്ദറാണ്. മുസ്തഖ്ദർ എന്ന് പറഞ്ഞാല് മുബഅദ് എന്ന് പറഞ്ഞാൽ ദൂരത്താക്കുന്ന വസ്തു എന്നാണ്. ആ പ്രകൃതിപരമായി അതിനെന്താണ്? പ്രകൃതി തബീഅത്ത് എന്താണ്? സാഫിയത്ത്, ശുദ്ധ പ്രകൃതിയുള്ള ആൾക്കാരെന്ത് അതിനോട് വെറുപ്പുണ്ടാവും. അങ്ങനെയാണ്, അതിനോട് ഒരു അറപ്പും വെറുപ്പും. അതാ മുസ്തഖ്ദർ എന്ന് പറഞ്ഞാൽ. അത് മേത്തേക്ക് പറ്റുക, വസ്ത്രത്തിൽ പറ്റുക എന്നൊക്കെയുള്ളതൊക്കെ ആ ഒരു വെറുപ്പായിരിക്കും. ഇതാ മുസ്തഖ്ദറുൻ യംനഉ സിഹത്ത സ്വലാത്തി, നിസ്കാരത്തിന്റെ സിഹത്ത് തടയും. ഹൈസുല മുറഖിസ, ഇവിടെ എങ്ങനെ തന്നെ റുക്സ ഇല്ലായിരിക്കുമ്പോ, റുക്സുണ്ട് എഴുതറുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നേസ് ഉണ്ടെങ്കിലും നിസ്കാരം ശരിയാവുമല്ലോ. ഔ മാന യൂസഫു ബിഹിൽ മഹല്ലുൽ മുലാഖി ലിഅയ്നിൻ മിൻ ദാലിക മാ റുതൂബത്തിൻ, അല്ലെങ്കിൽ ആ പറഞ്ഞതൊരു മാനയാണ്. നേരത്തെ പറഞ്ഞ അനുസരിച്ച് മുസ്തഖ്ദർ എന്ന് പറഞ്ഞ ഒരു മഹ്സൂസായ സാധനമാണ്, അമ്രുൻ ഇഅ്തിബാരിയല്ല. ഔ മാനൻ എന്ന് പറഞ്ഞ ഒരു അമ്രുൻ ഇഅ്തിബാരിയ. യൂസഫു ബിഹി, ആ മാന കൊണ്ട് വസ്തു പറയപ്പെടും. അൽ മഹല്ലു, ഏത് മഹല്ല്? അൽ മുലാഖി, തൊട്ട മഹല്ല്. തൊട്ട മഹല്ല്, സ്പർശിച്ച മഹല്ല്. എന്തിനെ സ്പർശിച്ച? ലിഅയ്നിൻ മിൻ ദാലിക, അപ്പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു ഐനിനെ സ്പർശിച്ച. യൂസഫു ബിഹി അൽ മഹല്ലുൽ മുലാഖി ലിഅയ്നിൻ മിൻ ദാലിക മാ റുതൂബത്തിൻ, എങ്ങനെ തൊടണം? നനവോടുകൂടെ തൊടണം എന്നാ. അപ്പൊ ആ മഹല്ലിന് എന്തു പറയും? നജസ് എന്ന് പറയും. അപ്പൊ അവിടെ ഒരു മാനുണ്ട്, അതാ അത് പരിഗണിച്ചിട്ടാണ്. അപ്പൊ ഈ നനവോടുകൂടെ തൊട്ടു എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായൊരു മാനാന്നർത്ഥം. ഒരു സ്ഥലം മുത്തനജിസ് ആകണമെങ്കിൽ എന്താകണം? അല്ലെ ഒരു വസ്തു മുത്തനജിസ് ആകണമെങ്കിൽ നജസുമായി നനവോടുകൂടെ തൊടണം എന്നാണ്. നനവില്ലാതെ ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ എന്തില്ല? നജസാവൂലല്ലോ. വഹാദാഹുൽ മുറാദു ഹുന, ഇതാണ് ഇവിടെ മുറാദ്. ഏത്? ഈ മാന യൂസഫു ബിഹിൽ മഹല്ലു, അതായത് നജസിന്റെ രണ്ടർത്ഥം പറഞ്ഞല്ലോ. ഇവിടെ റഫ്ഉൽ നജസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ അർത്ഥം, മറ്റേ ആദ്യത്തെ മുസ്തഖ്ദർ അല്ല. കാരണം എന്താ? ആ മുസ്തഖ്ദർ നീക്കാൻ വെള്ളം ആവശ്യമില്ലല്ലോ, തുടച്ചു കളഞ്ഞാൽ പോരെ പേപ്പർ എടുത്തിട്ട്. ഇപ്പൊ പൊതുവെ അങ്ങനല്ലേ നടക്കുന്നത്? എന്താണ്? നജസായി കഴിഞ്ഞാല് നന്നായിട്ട് തുടച്ചാണ്ട് വൃത്തിയാക്കും, കഴുകലില്ല പരിപാടി. അപ്പോ ശറയിൽ പറഞ്ഞ തൊഹാറത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ സ്ഥലം പിന്നെ മുത്തനജിസായിരിക്കും. പിന്നെ അവിടെ നനഞ്ഞ കൈയും കാലും ഒക്കെ കൊണ്ട് ചവിട്ടിയും തൊട്ടും എല്ലാ സ്ഥലത്തേക്കും നജസാക്കും. അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ വഹാദാഹുൽ മുറാദു ഹുന ലിഅന്നഹു അല്ലദീ ലാ യർഫഉഹു ഇല്ലൽ മാഹു, ഈ രണ്ടാമത്തത് അതാണ്, വെള്ളമല്ലാത്ത ഉയർത്താത്ത. വലിയന്നൽ മുസന്നിഫ ഇസ്തഅമല ഫീഹി റഫഅ, അതിനും പുറമെ ഇതിനുണ്ട് കാരണം. ലിഅന്നഹു ആദ്യം പറഞ്ഞതിന്റെ മേലെ ലിഅന്നൽ മുസന്നിഫ ഇസ്തഅമല ഫീഹി റഫഅ റഫഉൽ ഹദസി വൻ നജസി എന്നല്ലേ പറഞ്ഞത്. റഫഅന ഉപയോഗിച്ചത് കമാ തഖററ, റഫഅനാണ് ഉപയോഗിച്ചത് എന്ന് നേരത്തെ കണ്ടല്ലോ അല്ലേ. അതെന്തിനാ കമാ തഖററ എന്ന് പറഞ്ഞത്? അത് ശാരി അവിടെ മുസന്നിഫ് ശരിക്കും അവിടെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അത് അത്തഫിന്റെ മഅത്തൂഫിന്റെ മാന മടങ്ങി വന്നല്ലേ. അപ്പൊ ശാരി ഇബ്നു ഹജർ തങ്ങൾ അത് സങ്കല്പിച്ചു, അതാണ് കമാ തഖററ എന്ന് പറഞ്ഞത്. അത്ര കൃത്യ മുസന്നിഫ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയൂലേ, അല്ല മുസന്നിഫ് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അല്ല, അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേന്ന്. വഹുവൽ ആയസിഹു ഫീഹി ഹഖീഖത്തൻ, ഇല്ല അലാ ഹാദൽ മാന, അത് ലായസി റഫഅ സഹിയാവൂല ഫീഹി ഹദസില് ഹഖീഖത്തൻ, യഥാർത്ഥത്തില് ഇല്ല അലാ ഹാദൽ മാന, ഈ രണ്ടാമത്തെ മാനയിലെ റഫഅ ഉണ്ടാവുള്ളൂ. ഹഖീഖിയായ റഫഅ നജസില്. അമ്മാലല്ലവ്വല്, അപ്പൊ ഒന്നാമത്തെ മേലെടുത്താലോ, മുസ്തഖ്ദർ എന്നുള്ളതിന്റെ മേലെടുത്താലോ, അപ്പൊ വസ്ഫുഹു ബിഹി മിൻ മജാസി മുജാവറത്തിഹി ലിൽ ഹദസി, അപ്പൊ മഹല്ലിന് വസ്തു പറയല് ബിഹി നജസ് എന്നതുകൊണ്ട് വസ്തു പറയല് മിൻ മജാസ്, മജാസ് പെട്ടതാ. അല്ല, വസ്ഫുഹു ബിഹി എന്ന് പറഞ്ഞാല് നജസിന് റഫഅ കൊണ്ട് വസ്തു പറയല്. മഹല്ല് എന്നല്ല, വസ്ഫുഹു നമ്മള് റഫ്ഉ നജസ് ആണല്ലോ പറയുന്നത്. വസ്ഫുഹു, ആ നജസിന് വസ്തു പറയുക, ബിഹി ആ റഫഅ കൊണ്ട് വസ്തു പറയല് മിൻ മജാസി മുജാവറത്തിഹി, അത് മജാസിൽ പെട്ടതാണ്. എന്ത് മജാസ്? മുജാവറത്തിന്റെ മജാസ്. ലിൽ ഹദസി, ഹദസിനോട് മുജാവിറായി എന്ന നിലക്കുള്ള മജാസാണ്. അതായത് ഹദസിന്റെ അവിടെ റഫഅ ആണ്, അപ്പൊ പിന്നെ അതിന്റെ ശേഷം എന്ത്? നജസിന്റെ അവിടെ റഫഅ ഇല്ല യഥാർത്ഥത്തില്. അത് ആ മുമ്പുള്ളതിന്റെ ആ നജസ് പറഞ്ഞതിനോട് ചേർന്ന് വന്നു എന്നുള്ള നിലക്ക്, ഹദസ് പറഞ്ഞു എന്നതിന് ചേർന്ന്, ഹദസിൽ റഫഅ പറഞ്ഞു എന്നതിനോട് ചേർന്ന് വന്നപ്പോ, തുടർന്ന് വന്നപ്പോ ഇവിടെയും എന്ത് ചെയ്തു?
റഫഅ എന്നാണ്ട് പറഞ്ഞതാണ് എന്നാ. മജാസി മുജാവറത്തിഹി എന്ന് പറഞ്ഞാൽ മജാസ് മുർസലാണ്. അതിന്റെ അലാഖത്ത് മുജാവറത്തുൻ നജസിലിൽ ഹദസീന. ഹദസിനെ പറഞ്ഞല്ലോ, അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് നജസ് എന്ന്. അപ്പൊ അങ്ങനെ അതിനെ തെവീൽ ചെയ്യണം, എന്നാലേ പറഞ്ഞത് ശരിയാവുള്ളൂ. ആദ്യത്തെ വായന വെച്ചാൽ ആദ്യത്തെ വായന അല്ല ഇവിടെ മുറാദ് നമ്മൾ പറഞ്ഞല്ലോ, 2 കാരണത്താല്. അപ്പൊ ഒന്നാമത്തെ വായനക്ക് പിന്നെ ഈ റഫഅ എന്ന് പറയുന്നത് ഹഖീഖത്ത് അല്ലാതെ വരുന്ന രൂപം വിശദീകരിച്ചതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആക്കുമ്പോൾ മുറാദാവും എന്നുള്ള നിലക്കല്ല. ഇനി ഇവിടെ എന്താണ് മുസന്നിഫ് റഫഅ എന്നാണല്ലോ പറഞ്ഞത്, അസ്ൽ ഇസാലത്ത് എന്നുള്ളത്. അതോ അത് മാറ്റിയതിന് കാരണം പറയുന്നു മുസന്നിഫ് മാറ്റാൻ കാരണം മാറാൻ കാരണം തഅബീരി അസ്ലിഹി, അസ്ലു മുഹററിന്റെ ഇബാറത്ത് ബിൽ ഇസാലത്ത്, അവിടെ ഇസാലത്ത് എന്നുള്ളത് റിയായത്തൻ ലിൽ അവ്വലി. അവര് ഇസാലത്ത് എന്ന് മുഹററിൽ ഇടാൻ കാരണം തഅബീറിന് കാരണം പറഞ്ഞത് ആദ്യത്തെ പരിഗണിച്ചിട്ട്. ആദ്യത്തെ മാന എന്താ മുസ്തഖ്ദർ എന്ന് പറഞ്ഞില്ലേ, ആ മാന പരിഗണിച്ചിട്ടാണ് ഇസാലത്ത് എന്നാക്കിയത്. അത് മാറ്റിയിട്ട് മുസന്നിഫ് റഫഅനാക്കാൻ കാരണം എന്താ, ആ ഉദൂലിന് കാരണം. റിയായത്തൻ എന്ന് പറഞ്ഞത് തഅബീറുൽ അസ്ല് ഇസാലത്ത് കൊണ്ട് പിന്നെ ഇബാറത്തിട്ടതിന് കാരണമാണ്. ഇനി ഉദൂലിന് കാരണം പറയുന്നില്ല, അന്നഹു ഹഖീഖത്തുൻ, അത് ഹഖീഖത്താണ്. വമാ റആഹു ഹുവ മജാസുൻ, അല്ല റിയായത്തൻ ലിൽ അസ്ലി എന്ന് പറഞ്ഞത് എങ്ങനെ لأنه تعبير أصله هذا لأنه حقيقة. തഅബീറുൽ അസ്ലി ഹഖീഖത്താണ്. മുസ്തഖ്ദർ എന്ന ആദ്യത്തെ മാന പരിഗണിക്കുമ്പോ അവിടെ ഇസാലത്താണല്ലോ ഹഖീഖത്ത്. അതെ, അതുകൊണ്ട് അപ്പൊ കാന്ന ഉദൂലഹു അൻ തഅബീരി അസ്ലിഹി ബിൽ ഇസാലത്ത്, അവിടെ ഇസാലത്ത് എന്ന് പറഞ്ഞു. ആ ഇസാലത്ത് എന്ന് പറയാൻ കാരണം എന്താ, റിയായത്തൻ ലിൽ അവ്വലി, അത് ആദ്യത്തെ മുസ്തഖ്ദർ എന്നുള്ള മാന പരിഗണിച്ചിട്ടാണ്. അന്നഹു എന്ന് പറഞ്ഞാല് ആ തഅബീറുൽ അസ്ല് അത് ഹഖീഖത്തായതുകൊണ്ട്. വമാ റആഹു മുസന്നിഫ് പരിഗണിച്ച ഒന്ന് ഹുവ മജാസുൻ, അത് മജാസുവാണ്. അപ്പൊ ലിയന്ന ഹു ഹഖീഖത്തുൻ എന്ന് പറഞ്ഞാൽ ഹൂന്റെ മേൽ അത്ഫാണ്. ലിയന്ന മാ റആഹു ഹുവ മജാസുൻ. അപ്പൊ ഹഖീഖത്തും മജാസും കൊള്ള നോക്കുമ്പോ ഏതാ നല്ലത്, വഹുവ അബ്ലഗു, മജാസാണ് അബ്ലഗു മിനൽ ഹഖീഖത്തി ബിത്തിഫാഖിൽ ബുലഗായി. കണ്ടോ, മജാസും ഹഖീഖത്തും നോക്കുമ്പോ മജാസാ നല്ലത്, അത് ബുലഗായിന്റെ ഇത്തിഫാഖ. അപ്പൊ അത് ഇങ്ങനെ മാറിയതിന് കാരണം പറഞ്ഞ. അപ്പൊ കാന്ന ഉദൂലഹു ലിഅന്നഹു ഹഖീഖത്തുൻ വമാ റആഹു ഹുവൽ മജാസ് എന്ന് പറഞ്ഞ ഉദൂലിന് കാരണമാണ്. അസ്ലിന്റെ തഅബീർ, ഹൂന്റെ ലമീർ തഅബീറുൽ അസ്ൽ, അത് ഹഖീഖത്താണ്. മുസന്നിഫ് പരിഗണിച്ച മജാസുമാണ്, മജാസ് അബ്ലഗാണ്. ഇനിയോ അതിനും പുറമെ അലാ അന്ന ദാലിക മൂഹിമുൻ, അതിനും പുറമെ ആ ഇസാലത്ത് എന്ന് പറഞ്ഞാൽ തഅബീറുൽ അസ്ൽ ഉണ്ടല്ലോ, അത് മൂഹിമാണ്. മൂഹിമ മാറ്റണമല്ലോ, അങ്ങനല്ലേ മുമ്പ് പറഞ്ഞിട്ടില്ലേ. ഇത് യുസീലുഹു ഗൈറുൽ മായി, കാരണം എന്താണ്, ആ മുസ്തഖ്ദർ എന്ന് പറഞ്ഞ നജസിനെ വെള്ളം അല്ലാത്തതുകൊണ്ട് മാറ്റാം, എന്താണ് നീക്കാലോ, കൈ കൊണ്ടോ പേപ്പർ കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ തുടച്ച് നീക്കിയാൽ മതിയല്ലോ. യുസീലുഹു ഗൈറുൽ മായി,
പിന്നെ വതഖ്സീസുഹുമാ ലിഅന്നഹുമൽ അസ്ലു വഇല്ലാ ഫത്തുഹുറുൽ മസ്നൂനു വതുഹുറുസ് സലിസി അല്ലദീ ലാ റഫഅ ഫീഹി. ഇനി ഇത് രണ്ടിനും എന്താക്കി മാഉൻ തുഹൂർ, ഏത് റഫ്ഉൽ ഹദസിനും നജസിനും അല്ലെ, തഖ്സീസുഹുമാ അത് രണ്ടിനെയും തഖ്സീസാക്കിയത് ലിഅന്നഹുമൽ അസ്ലു, അത് രണ്ടും അസ്ലായതുകൊണ്ട് അത് രണ്ടിനും ഷർത്താണെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ സുന്നത്തായ കുളിക്കും എന്താണ് മാവ് മുത്തലക്ക് വേണ്ടേ? എന്ന പോലെ സെലിസുൽ ബൗലായ ആള് അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ, അവിടെ റഫ്ഉൽ ഹദസ് ഇല്ല എന്നതോടുകൂടെ അയക്കും വേണം മാവുൻ തുഹൂർ. അപ്പൊ ഇത് രണ്ടും മാത്രം പറയാൻ കാരണം എന്താണ്? അതാ തഖ്സീസുഹുമാ ലിഅന്നഹുമൽ അസ്ലു വഇല്ല, അങ്ങനെ അസ്ലാണ് എന്നിങ്ങനെ ന്യായം പറയുന്നില്ലെങ്കിൽ ഫത്തുഹുറുൽ മസ്നൂന് സുന്നത്തായ കുളികള് ഒളുകള് തുഹുറും മസ്നൂന് തുഹുറുസ് സലിസി അല്ലദീ ലാ റഫ്അ ഫീഹി, സലിസിന്റെ തുഹുർ അതിൽ റഫ്ഇല്ല അങ്ങനത്തത്. ഏതുപോലെ ദിമ്മിയ്യത്തി വൽ മജ്നൂനത്തി, ദിമ്മിയ്യത്തിന്റെയും മജ്നൂനത്തിന്റെയും കുളി ലിതഹില്ല ലിൽ മുസ്ലിമി, മുസ്ലിമായ ഭർത്താവിന് എന്താകാന് ഹലാലാകാൻ വേണ്ടി. അതായത് മജ്നൂനത്തായ പെണ്ണ് അല്ലെ ദിമ്മിയത്തായ പെണ്ണ്, ഇവളുടെ ദമ മുങ്കത്തിയായി നിഫാസോ ഹൈലോ കഴിഞ്ഞിട്ട് ഇവള് കുളിക്കൂലല്ലോ, അപ്പോ പിടിച്ചിട്ട് കുളിപ്പിക്കണം അല്ലേ. അപ്പോ ഇവർക്ക് റഫ്ഉൽ ഹദസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാല് വെള്ളം എന്ത് വേണം? അത് തൊഹൂർ തന്നെ വേണ്ടേ? അപ്പൊ കദ്ദിമ്മിയ്യത്തി എന്ന് പറഞ്ഞാൽ തുഹിരിദ്ദിമ്മിയ്യത്തി വൽ മജ്നൂനത്തീന നദീറായി പറഞ്ഞതാ. ലിതഹില്ല ലിൽ മുസ്ലിമി എന്നപോലെ വൽ മയ്യിത്തി തുഹുറുൽ മയ്യിത്തി എന്നർത്ഥം. തുഹുറുൽ മയ്യിത്തി കദാലിക്ക കമാ യുഅലമു മിൻ കലാമി, ഇതെല്ലാം കദാലിക്ക അതുപോലെയാണെന്ന് പറഞ്ഞാല് ഇത് രണ്ടും പോലെ മാവുൻ തുഹൂർ ഷർത്താണ് എന്നർത്ഥം. അതിലൊക്കെ മാവും മുത്തലൊക്കെ മാവുൻ തുഹൂർ ഷർത്താണ്. കമാ യുഅലമു മിൻ കലാമിഹി ബിമായത്തി, ശേഷം വരുന്ന സ്ഥലത്തുനിന്ന് അത് തിരിയുന്നുണ്ട് എന്നാ. ഇനി എന്ത് ഷർത്താണെന്ന് പറഞ്ഞ് മാഉം മുത്ലഖുൻ എന്ന